ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. ആദരണീയരായ സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തടുന്ന പോലെ എല്ലാ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു വിജ്ഞാന സദസ്സിൽ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന ആരോടാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂചി കുത്തിൻ്റെ അത്രയും പോലും പഴുത് പരിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥന മറ്റാരോടെങ്കിലും വേണോ എന്ന ഒരു പഴുത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. എന്നതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ഈ സദസ്സിലിരിക്കുന്ന ആർക്കും സംശയമുണ്ടാവുകയില്ല. അതുപോലെ നമ്മൾ നിരന്തരം ഒരു വിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഓരോ നിമിഷവും നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ, ഉണർന്ന് എണീറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ ഓരോ വിശ്വാസിയും പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു വിഷയമുണ്ട്. നമ്മൾ എത്ര ദുആകൾ, എത്ര പ്രാർത്ഥനകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ ഓരോ അദ്കാറിലും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രതിസന്ധിയിലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഏത് പ്രാർത്ഥനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുള്ളത് എന്ന്? നമ്മുടെ ഏതെങ്കിലും പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്നറിയോ? വഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഉത്തരം നൽകിയിട്ടുമുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ എക്സാം എഴുതുന്നു, പരീക്ഷ നമ്മൾ നന്നായി പഠിച്ചെഴുതുന്നു. പക്ഷേ റിസൾട്ട് പ്രഖ്യാപിക്കാറാകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ അറിയാതൊരു പ്രാർത്ഥന വരും, അല്ലേ? പ്രാർത്ഥന വരും. റിസൾട്ട് വരുമ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ടാകും. റിസൾട്ട് അറിയുന്ന ആ നിമിഷം നമ്മൾ ചിന്തിക്കുന്നതാണെന്നറിയോ? ഇത് ഞാൻ അർഹിച്ചതാണ്, ഇത് ഞാൻ അർഹിക്കുന്നതാണ്.
അവിടെ അള്ളാഹുവിനെ മറന്നു. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി. ഒരു ദുർറ്, ഒരു കഷ്ടം, ഒരു പ്രയാസം ഒരാൾ കേൾക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ പ്രാർത്ഥിക്കും. വെറുതെ പ്രാർത്ഥിക്കുമെന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മുനീബൻ ഇലൈഹി, അള്ളാഹുവിനോട് താഴ്മയോടെ പ്രാർത്ഥിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. വെറുതെ പ്രാർത്ഥിക്കുമെന്നല്ല പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സുമ്മ ഇദാ ഖൗവലഹു നിഅമതൻ മിൻഹു, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവന് നേടിക്കൊടുത്താൽ എന്നല്ല പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവന് നൽകിയാൽ, അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തും അനുഗ്രഹം അള്ളാഹു അവന് നൽകിയാൽ എന്ന് വെച്ചാൽ അവിടെ ഒരു റിസൾട്ടിൻ്റെ, വിജയത്തിൻ്റെ വിഷയം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിലുൾപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ആ അനുഗ്രഹം അള്ളാഹു അവന് നൽകിക്കഴിഞ്ഞാൽ നസിയ മാ കാന യദൂ ഇലൈഹി മിൻ ഖബൽ, അള്ളാഹു പറയാണ് അവൻ അത് മറന്നു കളയും. അത്രയും നേരം അവൻ എന്താണ് ചോദിച്ചിരുന്നത് അതവൻ മറന്നു കളയും, മറന്നു പോകും എന്നാണ് പറഞ്ഞത്. ഈ മറവി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതായത് ഈ ഇൻസാൻ എന്ന വാക്ക് അത് നസിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് നസിയ എന്ന് പറഞ്ഞാൽ മറവി എന്നാണ്, മറക്കുക എന്നാണ്. അതിൽ നിന്നാണ് ഇൻസാൻ എന്ന വാക്കുണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മറക്കുന്നവൻ എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യൻ മറന്നു കളഞ്ഞു എന്നാണ്. ഈ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നമ്മൾക്ക് ഓരോ പ്രയാസം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് കടമുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? കടം വരുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹു എൻ്റെ കടം നീ വീട്ടി തരുമെന്ന് പ്രാർത്ഥിക്കും. കടം വീട്ടി തരുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഒരു വിശ്വാസിക്കറിയാം, കടത്തോടുകൂടി അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗപ്രവേശം പ്രശ്നമാകും. അപ്പോൾ ആത്യന്തികമായിട്ട് എന്താ വേണ്ടത്? സ്വർഗത്തിലേക്ക് കടക്കണം. സ്വർഗത്തിലേക്ക് ഒരാൾക്ക് കിടക്കാനുള്ള പ്രാർത്ഥനയാണ് അവൻ നിർവഹിച്ച കടം വീട്ടാനുള്ള പ്രാർത്ഥന. രോഗം മാറാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്താണ് ആത്യന്തികമായി? ആഫിയത്തുണ്ടാകണം. ആഫിയത്തുണ്ടായാലേ നമുക്ക് അള്ളാഹുവിന് ആരാധനകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രോഗത്തിൽ നിന്ന് ശിഫ വേണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതിൻ്റെയും ആ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് അത് സ്വർഗമാണ്. ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? ദീർഘായുസ് എന്തിനു വേണ്ടിയാണ്? ഇവിടെ അടിച്ചു പൊളിച്ചിങ്ങനെ ജീവിച്ചു പോകാനാണോ? അല്ല. ആയുസ് കൂടുമ്പോൾ കർമ്മങ്ങൾ കൂടും, ഇബാദത്ത് കൂടും, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കും. ആ അടുപ്പം നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ദീർഘായുസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇന്നത്തെ സമൂഹ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. ജീവിതം ഒന്നേ ഉള്ളൂ, നിങ്ങളെന്ത് ചെയ്യുക? അതങ്ങോട്ട് ജീവിച്ച് തീർക്കുക. ഇതാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനതിലേക്ക് കിടക്കുകയല്ല. റമദാൻ എടുക്കുമ്പോൾ നമ്മൾ തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കും, റമദാനിലേക്ക് എത്താൻ. എന്തിനാണ്? റമദാനിലേക്ക് എത്താൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഓരോ കർമ്മത്തിനും 10 മടങ്ങ് പ്രതിഫലം കിട്ടും അവിടെ. അത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. 1000 വർഷങ്ങളേക്കാൾ പുണ്യമുള്ളൊരു രാവുണ്ട് നമുക്കറിയാം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ ഏറ്റവും വലിയ പ്രാർത്ഥനയുണ്ട്, ഈമാൻ നിലനിർത്താനായിട്ടൊരു പ്രാർത്ഥനയുണ്ട് അല്ലേ? ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കാൻ. ആ ഈമാനില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലേക്കല്ല എന്നറിയാം. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴിക്ക് വേണ്ടിയാണ് ഒരാൾ ഈമാൻ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, ഒരു ദിവസം ഒരുപാട് തവണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. എന്താണത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, എന്നെ നീ സിറാത്തുൽ മുസ്തഖീമിലാക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന എന്തിനാണ്? നമ്മുടെ സ്വർഗമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത്
സ്വർഗമാണ്. നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. നമ്മൾ സ്വർഗത്തിന് വേണ്ടി ചോദിക്കാറുണ്ട് അള്ളാഹിനോട്. ഈ സ്വർഗത്തിന് വേണ്ടി ചോദിക്കുന്ന ചോദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു എന്ന് വിചാരിക്കട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ചു എന്ന് വിചാരിക്കുക. നമ്മളുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്കാൻ അള്ളാഹു നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ? നമ്മുടെ വിഷയത്തിൻ്റെ കാതൽ അതാണ്. ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 പേര് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 10 പേര് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ട് ആ ആളുകളുടെ പേര് എണ്ണി പറഞ്ഞു. അവരോട് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. നമ്മൾ ആരെങ്കിലും ആ സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? 4 ഖലീഫമാരുണ്ട്. അതിൽ 4 ഖലീഫമാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ, അലി, പിന്നെ ആരാണ് ബാക്കി 6 പേര്? ആരാ പറയാ? സുബൈർ ബിൻ അവ്വാം, അബൂ ഉബൈദ, തൽഹ, സഅദ് ബിൻ അബി വക്കാസ്, സഈദ് ബിൻ സെയ്ദ്. കഴിഞ്ഞു അല്ലേ? ഓക്കെ. ഈ 10 പേരുടെ ചരിത്രം നമ്മൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഓരോരുത്തരുടെ ചരിത്രം ഇവിടെ പറയാൻ സമയമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഇവരുടെ ഒന്നും അന്ത്യം, മിക്ക ആളുകളുടെയും അന്ത്യം ഒരു സ്വാഭാവികമായിട്ടുള്ള അന്ത്യമല്ലായിരുന്നു അല്ലേ? അതിദാരുണമായിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. സ്വന്തം കുടുംബത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. ഈജിപ്തിൽ നിന്നുള്ള, ഇറാഖിൽ നിന്നുള്ള കലാപകാരികൾ അദ്ദേഹത്തിൻ്റെ വീട് വളയുകയും അദ്ദേഹത്തെ പ്രതിരോധിക്കുകയും അങ്ങനെ ദിവസങ്ങൾ പ്രതിരോധിച്ചിട്ട് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. അതിദാരുണമായിട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷവും 6 മാസവും ഭരിച്ച ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? സുബഹിക്ക് ഇമാം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ പരീക്ഷണങ്ങളായിരുന്നു ഈ സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞ സ്വഹാബികളുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ സ്വർഗം ചോദിച്ചു, നമ്മൾക്ക് അള്ളാഹു സ്വർഗം തരുന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടാകും? അതിന് ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മൾ സ്വർഗം ചോദിച്ചു എന്ന് വിചാരിക്കാം, അള്ളാഹു സ്വീകരിച്ചു, നമ്മൾക്ക് അള്ളാഹു സ്വർഗം നൽകും എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്താണ്. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാം, കടക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിച്ചത്. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയോ? വലമ്മ യഅ്തികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് ഉണ്ടായ അതേ മാതൃക നിങ്ങൾക്കുണ്ടാകാതെ, അവരെന്ത് അനുഭവിച്ചു അതനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതം വളരെ ലളിതമായിട്ടും വളരെ സുഖസൗകര്യങ്ങളോടുകൂടി പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണത്. അള്ളാഹു എന്നിട്ട് പറയുന്നതറിയോ? മസ്സത്ത് ഹുമുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിലു, അവർ കേൾക്കേണ്ടി വന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണെന്നറിയോ? ബഅ്സാ, രണ്ടാമത് ദൊറാ, സുൽസിലു, സൽസാൽ. 3 കാര്യങ്ങൾ അവരനുഭവിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു. എന്നിട്ടാണ് അവരെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അവർ യുദ്ധങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്, അവർ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ദാരിദ്ര്യം അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടാണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ബഅ്സാ എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചും കൂടി കഠിനമാണ് ദർറാ എന്ന് പറയുന്നത് അല്ലേ? ഒരാൾ യുദ്ധത്തെ അഭിമുഖീകരിച്ചാൽ നമുക്കത് ബഅ്സാ എന്ന് പറയാം. പക്ഷേ ആ യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയോ അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാവുകയോ
അല്ലെങ്കിൽ മുറിവേൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ദുർറായി മാറിയത്. പക്ഷെ അതിനേക്കാൾ കഠിനമാണ് അള്ളാഹു പറഞ്ഞ സൽസാൽ എന്ന് പറയുന്നത്. സുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅ, റസൂലും അവരുടെ കൂടെയുള്ള വിശ്വാസികളും ചോദിക്കേണ്ട ഘട്ടം ഉണ്ടായി എന്ന് പറയുന്നത്. മത്താ നസ്റുല്ല, അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് ഞങ്ങൾക്ക് വന്നിറങ്ങുക എന്ന് ചോദിക്കുന്ന അത്രയും അവർ പേടിപ്പിക്കപ്പെട്ടു, അവർ ഭയപ്പെട്ടു. അപ്പോൾ അവർ അനുഭവിച്ചിട്ടുള്ളത് വെറും ദാരിദ്ര്യമോ വെറും ഒരു പരീക്ഷണം മാത്രമല്ലായിരുന്നു, കഠിനമായ പരീക്ഷണങ്ങളായിരുന്നു അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കാം. ഈ പ്രവാചകന്മാരെല്ലാവരും സ്വർഗത്തിലാണ് നമുക്കറിയാം. ഈ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് പരീക്ഷണങ്ങളായിരുന്നു. അപ്പോൾ നമുക്കും സ്വർഗമാണ് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ നമ്മളും എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾക്കും ഈ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരും. ഈ പരീക്ഷണങ്ങളെല്ലാം ഇന്ന് ഈ ലോകത്ത് ഒന്നിച്ചേറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആരാണെന്നറിയോ? നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾ. അവരഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് വെറുമൊരു യുദ്ധം മാത്രമല്ല, യുദ്ധത്തിൻ്റെ അങ്ങേയറ്റം വരുന്ന കെടുതികളാണ്. അവസാനം പട്ടിണി, ദാരിദ്ര്യം, പട്ടിണി. ആ പട്ടിണിയിൽ അവർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പരീക്ഷണം അവർക്കല്ല, ഈ പരീക്ഷണം നമുക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മളെങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഒരു സാമൂഹിക പ്രവർത്തക ഈജിപ്തിൽ നിന്ന് ചെയ്തൊരു കാര്യമുണ്ട്. അവർ ഒരു ബോട്ടിൽ, ഒരു കുപ്പിയിൽ കുറേ അരി, അതുപോലെ കുറേ പയറ്, അതുപോലെ കുറേ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അവർ ഒരുപാട് ആളുകൾ കടലിലേക്ക് എറിഞ്ഞെന്നാണ് പറയുന്നത്. എപ്പോഴെങ്കിലും തിരമാലകൾ ഗസയുടെ തീരത്ത് ഈ കുപ്പികൾ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് അവർക്ക് തികഞ്ഞെങ്കിലോ, ഒരു നേരത്തെ വിശപ്പ് അവർക്ക് മാറ്റാൻ കഴിഞ്ഞെങ്കിലോ എന്നതായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അവൻ ചെയ്തെന്ന് പറയുന്നു. അത് എത്രമാത്രം അതിൽ ഓതൻറ്റിസിറ്റി ഉണ്ട് എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും അയ്യൂബ് നബി അലൈഹിസ്സലാം, ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് ഇവിടെ പറയാൻ സമയമില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ 2 ആയത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. ആദരണീയനായ അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. ഈ പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തിന് തുല്യമായി ഏകദേശം ബൈബിളിൽ പല പ്രവാചകന്മാരുടെയും ചരിത്രം പറഞ്ഞിട്ടുള്ളത് നേരെ തിരിച്ചാണ് അല്ലേ? പ്രവാചകന്മാരെ നിന്ദിച്ചുകൊണ്ടും അവരുടെ ജീവിതത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടായിരുന്നു പല പ്രവാചകന്മാരും ബൈബിളിൽ കാണാം. പക്ഷേ ഏകദേശം ഖുർആനിൽ പറഞ്ഞതിന് തുല്യമായിട്ട് പറഞ്ഞിട്ടുള്ള ചരിത്രം അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെതാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് പഴയ നിയമത്തിൽ. 42 അധ്യായങ്ങളാണ് അതിൽ അയ്യൂബ് നബിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 42 അധ്യായങ്ങളിലായി അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഏകദേശം നമുക്ക് ഈ 2 ആയത്തിൻ്റെ ഒരു വലിയ വിശദീകരണം എന്നാണ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിലെ കാര്യം പറയുന്നത്. അദ്ദേഹത്തിന് ആ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാം. വലിയ സമ്പത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് നല്ലൊരു കുടുംബം, 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. ഇത് ബൈബിൾ പറയുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് 7000 ആടുകളുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ നിലയിൽ ഒന്ന് കണക്കൂട്ടി നോക്കണം, എനിക്കറിയില്ല എത്ര വരുമെന്ന്. 3000 ഒട്ടകങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. 3000 ഒട്ടകം എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? ഞാൻ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു, ചാറ്റ് ജിപിടിയോട് ചോദിച്ചു നോക്കി. അപ്പോൾ പറഞ്ഞത് നമ്മുടെ ഈ ചാവാലി ഒട്ടകം എന്നൊക്കെ പറയൂലേ, അതുപോലെയുള്ള ഏറ്റവും താഴ്ന്ന ഒട്ടകങ്ങൾക്ക് വരും 6000 രൂപ, അല്ല 6000 റിയാൽ മുതൽ 10000 റിയാൽ വരെ. കറക്റ്റാണോ? അങ്ങനെ പറയുന്നു. പിന്നെ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ആ റേറ്റ് കൂടുമെന്ന് പറയുന്നത്. ലക്ഷക്കണക്കിനും മില്യൺ കണക്കിനും വില വരുന്ന ഒട്ടകങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ 10000 റിയാൽ ആവറേജ് കൂട്ടി കഴിഞ്ഞാൽ 3000 ഒട്ടകത്തിന് എത്ര വരും? 3 കോടിയോളം വരും അല്ലേ? 1000 കാളകളുണ്ടായിരുന്നു. അതുപോലെ ചുമട് വഹിക്കുന്ന 500ഓളം കഴുതകളുണ്ടായിരുന്നു.
ചുമടെടുക്കുന്ന ഞെറോളം കഴുതൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഡൈന ആണ് സങ്കല്പിക്കാം, വേണ്ട ഒരു ഹൈലക്സ് എങ്കിലും സങ്കല്പിക്കാം. 500 ഹൈലക്സ് ഉള്ള ഒരാൾ ഇതിലുണ്ടോ? അദ്ദേഹത്തിന് അതുപോലെ സമ്പത്തുകളുണ്ടായിരുന്നു എന്ന് പറയുന്നത്. 700ഓളം അല്ലെങ്കിൽ 7000ഓളം ഭൃത്യന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെടുകയാണ്, കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ കൊല്ലപ്പെട്ടു. പിന്നീടുണ്ടായിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ മക്കളും മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് സ്വന്തം 10 മക്കളെയും അദ്ദേഹം കബറടക്കി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ദുഷ്പ്രവൃത്തിയും ചെയ്തിട്ടില്ല, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത വ്യക്തിയായി പാപങ്ങളൊന്നും ചെയ്യാതെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ അയ്യൂബ് നബി അലൈഹിസ്സലാം നന്ദിയുടെ വാക്കല്ലാതെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നാണ് പറയുന്നത്, അല്ലേ? അദ്ദേഹം ബൈബിൾ പ്രകാരം അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അള്ളാഹു എനിക്ക് നൽകി, അള്ളാഹു എന്നിൽ നിന്നും എടുത്തു. ആ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. പക്ഷേ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് 2 ആയത്തുകളിൽ അയ്യൂബ ഇദ് നാദ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അങ്ങനെയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അന്നി മസ്സനിയ ദുർറു, എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു തമ്പുരാനെ എന്ന് പറഞ്ഞത്. എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, അല്ലാതെ നീ എനിക്ക് എന്നെ കഷ്ടപ്പെടുത്തി എന്നല്ല പറഞ്ഞത്. എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു. വ അൻത അർഹമുർ റാഹിമീൻ, നീ കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് പരിശുദ്ധ ഖുർആനിലെ അടുത്ത ആയത്തിൽ പറയുന്നത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടതും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതുമാണ് പറയുന്നത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവരെല്ലാവരും പരീക്ഷണങ്ങൾക്ക് വിധേയരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവരെല്ലാം എന്താ ചെയ്തത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു, നമുക്ക് അള്ളാഹു സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഘട്ടത്തിൽ അവരെന്താണ് ചെയ്തത്? അവർ ചെയ്തെന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അവർ അതിനെ അതിജീവിച്ചത് അള്ളാഹുവിനോടുള്ള സാമീപ്യവും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും കൊണ്ടാണ് അവർ അതിനെ അതിജീവിച്ചത്. ഏറ്റവും ശക്തിയായ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആയുധമെന്ന് പറയുന്നത്? പ്രാർത്ഥനയെ ആയുധമെന്ന് പറഞ്ഞത് എന്താണ്? സാധാരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കളിയാക്കി ചെയ്യാം. ഒരിക്കൽ നമ്മുടെ ഡൽഹിയിലൊരു കൂട്ടബലാത്സംഗമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഇരയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ സോണിയാഗാന്ധി പറഞ്ഞു, അവർ പറഞ്ഞത് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ പറഞ്ഞത് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അതിന് താഴെ ഒരുപാട് കമൻറ്റുകളാണ് വന്നത് അതിനെ പരിഹസിച്ചുകൊണ്ട്. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഒരു ആയുധമാണ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥന ആയുധമാകുന്നത്? എന്താ ആയുധം എന്ന് പറഞ്ഞാൽ? ആയുധം എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധിക്കാനുള്ളതാണ് ആയുധം. ശത്രു നമുക്ക് നേരെ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ളതാണ് ആയുധം എന്ന് പറയുന്നത്. ആ ആയുധം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നൊരു പ്രാർത്ഥനയാണെങ്കിലോ അതിനേക്കാൾ വലിയ ആയുധം എന്താ ഉള്ളത്? അതുപോലെ ആയുധം മറ്റുള്ളവരെ ആക്രമിക്കാനുള്ളതാണ്. ഒരു യോദ്ധാവിന് യുദ്ധക്കളത്തിൽ ശത്രുവിനെ ആക്രമിക്കാനുള്ളതാണ്. നമ്മളെ അറിയപ്പെടാത്ത അദൃശ്യമായ നമ്മുടെ ശത്രുവുണ്ട്. ആ ശത്രുവിനെ പ്രതിരോധിക്കാൻ നമുക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇബ്ലീസിൻ്റെ ശൈത്താൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ള ആയുധം ഉപയോഗിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ
ആയുധമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന നമ്മൾ വിശ്വാസികൾ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ ഉതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവർ നമ്മൾ അള്ളാഹുവിനോട് അടുക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു, പരീക്ഷണങ്ങളെ നമ്മൾ പ്രതിരോധിക്കുന്നത്, പരീക്ഷണങ്ങളെ നമ്മൾ ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് അത് പ്രാർത്ഥനകൾ കൊണ്ടാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവാക്കിയിരുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവുലി ആഫിയതിക വ ഫുജാഅതി നിഖമതിക വ ജമീഇ സഖതിക. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. ഞാൻ മനസ്സിലാക്കുന്നത് സദസ്സിലുള്ള എല്ലാവർക്കും അറിയാം എന്നാണ്. അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചേ പറ്റൂ. എന്നിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും ഈ ഒരു പ്രാർത്ഥന നമ്മൾ നിത്യമാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. മിൻ സവാലി നിഅമതിക, അനുഗ്രഹങ്ങൾ, നീ നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. വ തഹവുലി ആഫിയതിക, നീ നൽകിയ ആഫിയത്ത് അത് മാറിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. മൂന്നാമത് ചോദിക്കുന്നത് വ ഫുജാഅതി നിഖമതിക, വ ഫുജാഅതി നിഖമതിക, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ശിക്ഷകൾ, അതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാലാമത് പ്രാർത്ഥിക്കുന്നത് വജമീഇ സഖതിക, നിൻ്റെ എല്ലാവിധ കോപത്തിൽ നിന്നും നിന്നോട് അഭയം തേടുന്നു എന്നതാണ്. നമുക്കറിയാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പ്രത്യേകിച്ചൊരു പ്രതിഫലം ഒന്നും കൊടുക്കാതെ നൽകുന്ന നന്മകളും അല്ലെങ്കിൽ ലഭിക്കുന്ന നന്മകളും അതുപോലെ സൗഭാഗ്യങ്ങളുമാണ് നമ്മൾ നിഅമത്ത് പറയുക, അനുഗ്രഹം എന്ന് പറയുക. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. കുടുംബം ഒരു അനുഗ്രഹമാണ്, ആരോഗ്യം ഒരു അനുഗ്രഹമാണ്. കുടുംബം എന്ന് പറയുന്നത് നമുക്ക് കുടുംബത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഒരു അനുഗ്രഹമാണെന്ന് നമ്മളെപ്പോഴാണ് തിരിച്ചറിയാമെന്നറിയോ? പല ഘട്ടങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. ഇന്ന് കുടുംബം വേണ്ട എന്ന് പറയുന്ന ആളുകളാണുള്ളത്, അല്ലേ? അടുത്തൊരു സർവേ നടന്നു, വിവാഹം വേണോ വേണ്ടേ എന്നുള്ളത്. വിഷയം അതായിരുന്നു, വിവാഹം വേണോ വേണ്ടേ എന്നുള്ളത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതിൽ വിവാഹം വേണ്ട എന്ന് പറഞ്ഞതിൽ ഏകദേശം 80% കുട്ടികളും തട്ടമിട്ടവരായിരുന്നു. മുസ്ലിം പെൺകുട്ടികളാണ് വിവാഹം വേണ്ട എന്ന് പറഞ്ഞത്. എന്തിനാണ് കുടുംബത്തിൻ്റെ കെട്ടുപാടുകൾ എന്തിനാണ്? സ്വതന്ത്രമായിട്ട് ജീവിച്ചാൽ പോരെ എന്ന് ചോദിച്ചവരാണ്. എന്തുകൊണ്ടാണത്? ഈ കുടുംബത്തിൻ്റെ പ്രാധാന്യം ഇസ്ലാമികമായി എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. മതപരമായി എന്താണ് കുടുംബം, എന്തിനു വേണ്ടിയുള്ളതാണ് കുടുംബം എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മതവിദ്യാഭ്യാസം, അതിൻ്റെ അടിത്തറ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. ഏറ്റവും വലിയ ഒരു അനുഗ്രഹമുണ്ട്, എന്താണെന്നറിയോ? ഹിദായത്ത് എന്നൊരു അനുഗ്രഹം. ഹിദായത്ത് എന്നാണ് ഏറ്റവും വലിയ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹം. നമുക്ക് അറിയാം പ്രസിദ്ധമായൊരു ഹദീസ്, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയംസി കാഫിറൻ. ഒരാൾ പ്രഭാതത്തിൽ വിശ്വാസിയായിരുന്നു, പക്ഷെ വൈകുന്നേരം അയാൾ കാഫിറാണ്, അവിശ്വാസിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ?
നിസ്സാര കാര്യങ്ങൾക്ക് മതം വിട്ടുപോകുക, നിസ്സാര കാര്യങ്ങൾക്ക് മതം വിട്ടുപോകുക, എന്നിട്ട് അത് ആഘോഷിക്കുക, ചാനലുകാർ അത് ആഘോഷിക്കുക. ഈ അടുത്ത് നിങ്ങൾക്കറിയാം 2024 ജൂലൈ 31 ഒരു വലിയൊരു ദുരന്തം ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിൻ്റെ ഒരു വാർഷികം മറ്റോ ഇത്തവണ ആഘോഷിക്കല്ല, അതിൻ്റെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് മുണ്ടക്കൈ ആ ദുരന്തത്തിലെ ഇരകൾ അവർ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ കുറേ നാളുകൾക്ക് ശേഷം അയാൾ വീട് നിന്നിരുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഒരു മുറിയും കുറച്ചെന്തോ ബാക്കിയുള്ളൂ. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം ഈ അവതാരക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ദൈവമുണ്ടെന്ന്? ദൈവമുണ്ടെന്ന് നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? എന്താണ് ചോദിച്ചതെന്ന് മനസ്സിലായോ? ഇവിടെ ദൈവം അല്ലെങ്കിൽ അള്ളാഹു എന്നൊരു ശക്തി ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നടക്കുകയാണ് ആളുകൾ. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സംശയിച്ചിട്ടാണ് ആളുകൾ മതം വിടുന്നതെന്ന് പറയുന്നത് ചില ആളുകൾ. ഒരു കുട്ടി ഒരു കുഴൽക്കിണറ്റിൽ വീണു. ഒരാൾ മതം വിട്ടതിന് കാരണം അതാണ്. അള്ളാഹു കാരുണ്യം കാണിച്ചില്ല. ഒരു കുട്ടി കുഴൽക്കിണറ്റിൽ വീണു, അള്ളാഹു എവിടെ പോയി? അതുകൊണ്ട് ഞാൻ മതം വിടുകയാണ്. രാവിലെ അയാൾ വിശ്വാസിയായിരുന്നു, വൈകിട്ട് അയാൾ അവിശ്വാസിയായി. ഇത്രയും നിസ്സാരമായ കാര്യങ്ങളാണ് നമ്മുടെ മതം വിടാനുള്ള ഇത്. പക്ഷേ ഈ ഒരു ഹദീസിൻ്റെ പുലർച്ചയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രാവിലെ ഒരാൾ വിശ്വാസിയായിരിക്കും, വൈകിട്ട് അയാൾ അവിശ്വാസിയായിരിക്കും. ആ ഒരു ഹദീസിൻ്റെ പുലർച്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിരാശപ്പെടാൻ ഇല്ല. ഈ ആരോ അതിനൊരു മറുപടി കൊടുത്തതാണെന്നറിയോ? കുഴൽക്കിണറുണ്ടാക്കിയത് മനുഷ്യൻ, അതിനുപയോഗിച്ചത് അവൻ കണ്ടുപിടിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യ. അതിന് അത്രയും കുഴിച്ച കിണറിന് ഒരു അടപ്പിടാൻ മനുഷ്യന് കഴിഞ്ഞില്ല. എന്നിട്ട് അള്ളാഹു അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് അടപ്പിടണമായിരുന്നു എന്നാണ് ഒരാൾ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹിദായത്ത് എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹിനോട് നമ്മൾ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം. മറ്റൊന്നാണ് രണ്ടാമത്തത്, തഹവുലി ആഫിയത്തിക്ക. ആഫിയത്ത് നമ്മളിന്നലെ രാത്രി ഉറങ്ങി, ഇന്ന് രാവിലെ എണീറ്റു, സുഖമായിട്ട് ഉറങ്ങി. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ രാത്രി ഉറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന കാഴ്ച നമുക്കുണ്ട്. രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് ചെവി കേൾക്കാമായിരുന്നു, നമ്മൾ കേൾക്കുന്നുണ്ട് എപ്പോഴും. രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് സുഖമായിട്ട് ബാത്റൂമിൽ പോകാൻ സാധിക്കുമായിരുന്നു, ഇപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത് ആഫിയത്താണ്. നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഉദാഹരണത്തിന് ബാത്റൂമിൽ പോകണം. നമുക്കറിയാം നമ്മുടെ ബ്ലാഡറിൽ ഈ യൂറിൻ ഉണ്ടല്ലോ, അതിങ്ങനെ ഡ്രോപ്പായിട്ട് വന്ന് നിറഞ്ഞിട്ട് ഒരു ലെവലെത്തുമ്പോൾ നമുക്കൊരു സിഗ്നൽ കിട്ടും. ഒരു സെൻസർ ഉണ്ട്, വർക്ക് ചെയ്യും, തലച്ചോറിന് കൊടുക്കും, പോയിക്കോളാൻ പറയും. നമുക്ക് പോകാനുള്ള സമയമുണ്ട്, കുറേ സമയം പിന്നെ കിട്ടും. പിന്നെ ബ്ലാഡർ നിറഞ്ഞാലും നമുക്ക് സമയമുണ്ട്. അതെങ്ങനെയാണ്? നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കി, നമുക്ക് ആ കൺട്രോൾ അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. അതായത് ബ്ലാഡറിൻ്റെ ആ ലെവലെത്തിക്കഴിഞ്ഞാൽ താനെ പോകും. നമുക്ക് സദസ്സിലൊന്നിരിക്കാൻ സാധിക്കുമോ? നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് നമ്മുടെ ആഫിയത്ത് നീങ്ങിപ്പോകാതിരിക്കാനായിട്ട്. അതുപോലെ തന്നെ ആഫിയത്താണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്. ഇതൊക്കെ പലപ്പോഴും നമ്മൾക്ക് ഭീഷണിയാവാറുണ്ട് അല്ലേ? ജോലി, ബിസിനസ്, ഇതൊക്കെ നഷ്ടം സംഭവിക്കാം.
അത് അള്ളാഹുവിൽ നിന്നുള്ള ഈ ആഫിയത്ത് നീങ്ങുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമതായി, അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങൾ, ശിക്ഷ. ഒന്നുകിൽ അത് പരീക്ഷണമാകാം, അതല്ലെങ്കിൽ അതൊരു ശിക്ഷയാകാം. ശിക്ഷയോ പരീക്ഷണമാകാം അള്ളാഹുവിൽ നിന്നുള്ള ഒരു അപകടം എന്ന് പറയുന്നത്, അല്ലേ? അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് തൗബ ചെയ്യാനുള്ള സമയം കിട്ടില്ല. പെട്ടെന്നൊരു അപകടം ഉണ്ടായി ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള അപകടങ്ങൾ നമുക്ക് കുറേ ബാധ്യതകൾ നമ്മുടെ പിന്നിലുണ്ടാവും. ഇന്ന് EMI ഇല്ലാത്ത, ലോണുകളില്ലാത്ത, കടങ്ങളില്ലാത്ത മനുഷ്യരില്ല. പലപ്പോഴും ഈ കടങ്ങൾ, EMI ഒക്കെ നമ്മൾ മാത്രം അറിയുന്നവരായിരിക്കും. ഒരു സുപ്രഭാതത്തിൽ നമ്മളങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയധികം ലോഡ് കടങ്ങളായിട്ടാരും പടച്ചവൻ്റെ മുമ്പിലേക്ക് ചെല്ലുക. 2 മാസം ഒരാൾ സുഖമില്ലാതെ കിടന്നാൽ, മാരകമായ ഒരു അസുഖം ബാധിച്ച് കിടന്നാൽ മനുഷ്യരെന്താ പറയാന്നറിയോ? അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ അയാളെന്തോ അപരാധം ചെയ്തിട്ടാണ്, അല്ലേ? അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ഈ ഒരു അസുഖം വന്നപ്പോൾ അന്ന് കുറേ ആളുകൾ പറഞ്ഞു എന്ന് പറയുന്നത്, അദ്ദേഹം എന്തോ അപരാധം ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പം മനുഷ്യരുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു കുറച്ച് ദിവസം സുഖമില്ലാതെ കിടന്ന ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു അനുഗ്രഹം ഉണ്ടെന്താണെന്നറിയോ? അദ്ദേഹത്തിന് കുറച്ച് സമയം കിട്ടും. എന്തിനെന്നറിയോ? തൗബ ചെയ്യാൻ, മറ്റുള്ളവരുമായി ഉള്ള ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കാൻ. ഇതിനൊക്കെയുള്ള സമയം പടച്ചവൻ കൊടുക്കുന്നതാണ്. ആ അനുഗ്രഹമായി കാണാതെ മറ്റുള്ളവർ അതെന്തോ അപാകതയായിട്ട്, എന്തോ ദുരന്തമായി, എന്തോ ശിക്ഷയായിട്ടൊക്കെ കാണുകയാണ് ചെയ്യുന്നത്. ഈ അടുത്ത് നമ്മൾ പത്രങ്ങളിൽ കുറേ വാർത്തകൾ കണ്ടു, അല്ലേ? വളരെ സങ്കടകരമായ വാർത്തകളാണ്. നമ്മുടെ മുറ്റത്ത് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കെ പാമ്പ് കടിയേറ്റ് മരിച്ചു. ഞങ്ങളുടെ നാട്ടിലാണ്. പാമ്പ് കടിയേറ്റ് മരിച്ചു. ഇതേപോലെ തന്നെ മുറ്റത്ത് ഒരു തെങ്ങ് വീണൊരു സ്ത്രീ മരിച്ചു. മറ്റൊന്ന് ഇതുപോലെ വാർത്തകൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ കൈകളിലല്ല. അതുകൊണ്ടാണ് നമ്മളോട് അള്ളാഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇവിടെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? ഒരു വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മൈ ബോഡി മൈ ചോയ്സ്. അടുത്ത് നമ്മുടെ ഒരു ക്യാൻസർ രോഗവിദഗ്ധനുണ്ട് നാട്ടിലെ, ഡോക്ടർ ഗംഗാധരൻ. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, അത്ഭുതം ഈ ജീവിതം എന്തോ അങ്ങനെ ഒരു പേരിൽ. അതിൽ കുറേ അനുഭവങ്ങൾ പറയുന്നുണ്ട്. കുറേ ക്യാൻസർ രോഗികളായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു പെണ്ണ് ലാബിന് മുമ്പിൽ റിസൾട്ടിന് കാത്തിരിക്കുക, ബയോപ്സി ടെസ്റ്റിൻ്റെ റിസൾട്ടിന് കാത്തിരിക്കുക. എന്നിട്ട് അവരുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന കുറേ ചിന്തകൾ ഉണ്ട്. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്താണെന്ന്? എൻ്റെ ശരീരമാണ്, എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്ത്രീയുടെ അകത്തുകൂടി കടന്നു പോകുന്ന കുറേ ചിന്തകളാണ്. അവരുടെ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരുപാട് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്, സെല്ലാരെയും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാനും കണ്ടിട്ടില്ല. ഈ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് DNA RNA ഒക്കെ ഉണ്ട്.
ഇതിനകത്ത് കുറേ പ്രോഗ്രാംസ് ഉണ്ട്. കോഡിങ് അറിയുന്ന ആൾക്കാരില്ല ഇവിടെ. അതുപോലെ കുറേ കോഡുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഈ പെണ്ണ് അവിടെ ഇരുന്ന് ആലോചിക്കുക എന്ന് പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ ശരീരത്തിനകത്തുള്ള ഈ കോശത്തിനകത്തുള്ള ഈ സെല്ലിനകത്തുള്ള ഈ കോഡിൽ ഏതെങ്കിലും ഒരു വരിയിൽ ഒരു കറക്ഷൻ ഉണ്ടായി, ഒരു കറപ്ഷൻ ഉണ്ടായി. പ്രോഗ്രാമിംഗ് അറിയുന്നവർക്കറിയാം എന്ത് സംഭവിക്കുക? മാൽ ഫങ്ഷൻ ഉണ്ടാവും അല്ലേ? കോഡ് തെറ്റിക്കഴിഞ്ഞാൽ ആ കോഡിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ആ സെല്ല് സ്പ്ലിറ്റാവും. സെല്ല് സ്പ്ലിറ്റായിട്ട് വിഘടിക്കുക എന്ന് പറയുമല്ലോ. ആ കോഡ് അത് വിഘടിച്ചിട്ട് പഴയതെന്താവും? ഡെഡാവും. അതുപോലെ മറ്റേ സെല്ലും വിഘടിക്കും, ഒന്ന് ഡൈ ആവും. അപ്പോൾ ഈ പെണ്ണിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ സെല്ല് വർഷങ്ങളായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വിഘടിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പ്രോഗ്രാമിൽ, ഈ കോഡിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്നറിയോ? ആ സെല്ല് ഡൈ ആവില്ല, ഡെഡ് സെല്ല് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എന്താ? സ്പ്ലിറ്റ് ആവുന്നത് വളർന്നുകൊണ്ടേയിരിക്കും. ഇത് ശരീരത്തിൻ്റെ അത് എന്താ സംഭവിക്കുക? പിന്നെ സെല്ലുകൾ വളർന്ന് ഒരു മുഴയായിട്ട് മാറും. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തെവിടെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ സാധിക്കും. പക്ഷേ ആന്തരിക അവയവങ്ങളിൽ എവിടെയെങ്കിലും ഇതിങ്ങനെ ഒരു സംഭവം വളർന്നാൽ അത് ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പടർന്ന് അവസാനത്തെ സ്റ്റേജ്, നമ്മൾ പറയാറുണ്ട് ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജ് എന്ന്, ആ സ്റ്റേജിലായിരിക്കും ഇത് കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുമ്പോഴേക്കും പിന്നെ അയാളുടെ ചോയ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ പെണ്ണ് പറയുന്നതാണ്, ചോയ്സ് അവിടെ നഷ്ടപ്പെട്ടു. എൻ്റെ ബോഡി, എൻ്റെ ചോയ്സ് എന്ന് പറയുന്ന ചോയ്സ് അവിടെ നഷ്ടപ്പെട്ടു. അവിടെ അള്ളാഹു തീരുമാനിച്ചു. ആ ചിന്തകളിലൂടെ കടന്നു പോകുന്നൊരു കാര്യം ഓർമ്മ വന്നപ്പോൾ അത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതുപോലെ 4ാമത്തെ കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വജമീ സഖത്തിക, അള്ളാഹുവിൻ്റെ കോപങ്ങളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കോപം ലഭിച്ച, കോപത്തിന് പാത്രമായ ഒരുപാട് സമൂഹങ്ങളുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിലുണ്ട്. സമൂദ്, ലൂത്ത് നബിയുടെ സമുദായം, ശുഐബ് നബിയുടെ സമുദായം, ഇവരൊക്കെ നശിപ്പിക്കപ്പെട്ടത് പരിശുദ്ധ ഖുർആനിലുണ്ട്. നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നൂഹ് നബി അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ തിന്മകൾ ഉണ്ടായിട്ടുണ്ട്. ആ തിന്മകൾക്ക് അള്ളാഹുവിൻ്റെ കോപം മൂലം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സമുദായങ്ങൾ പലതും. നമ്മളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ആ തെറ്റുകൾ എന്തായിരുന്നുള്ളത്? ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അത് ലിസ്റ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക. എന്നിട്ടൊന്ന് നോക്കുക നമ്മളുടെ ഇന്നത്തെ പത്രങ്ങളും ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളും എല്ലാം അതിലുണ്ടാവും. അപ്പോൾ അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ട് നമ്മൾ കാവലിനെ ചോദിച്ചേ മതിയാകും. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ സമൂഹം മൊത്തം അതിൽ നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ പുലർത്തി പോരണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ ഈ ഞാൻ പറഞ്ഞു, നമ്മുടെ പരീക്ഷണങ്ങളെന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്കതൊരു നമ്മൾ ശിക്ഷയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾക്കൊരു ഉണർത്തലായിരിക്കും. നമ്മൾ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകും. നമുക്ക് എല്ലാ ആഫിയത്തും ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ സംഭവിക്കുന്നറിയോ? നമ്മളുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കില്ല. നമുക്കിത് അള്ളാഹു നൽകിയതാണ്, ഇതിന് ഞാൻ നന്ദിയോട് ജീവിക്കണം എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചോളുന്നില്ല. നമ്മളങ്ങനെ ജീവിച്ചു പോകും. അള്ളാഹു ചിലപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് ചിലപ്പോൾ ഒന്ന് കൊട്ടും. എപ്പോഴോ വായിച്ചൊരു സോഷ്യൽ മീഡിയയിലോ മറ്റോ വായിച്ചൊരു സംഭവം, ഒരു കുറിപ്പാണ്. ഒരു മുതലാളി അദ്ദേഹത്തിൻ്റെ കെട്ടിടം പണിയുന്ന ആ ഭാഗത്ത് വന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറി
മുകളിലേക്ക് കയറിയിട്ട് മുകളിലെത്തിയിട്ട് ഇയാൾ താഴെ നോക്കുമ്പോൾ അയാൾ ഒരു തൊഴിലാളി നിൽക്കുന്നുണ്ട്. ആ തൊഴിലാളി അയാൾ വിളിക്കണം. അപ്പോൾ അയാൾ നോക്കുമ്പോൾ അടുത്ത് കാണുന്ന ഒരു കല്ലാണ്. അപ്പോൾ അയാൾ കല്ലെടുത്തിട്ട് ഇയാൾ എറിയാൻ നോക്കിയപ്പോൾ അയാൾക്ക് തോന്നി കല്ലുകൊണ്ട് എറിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കും, അപ്പോൾ കല്ലുകൊണ്ട് എറിയണ്ട. അങ്ങനെ നോക്കിയപ്പോൾ അയാൾ എന്ത് ചെയ്ത് പോക്കറ്റിൽ നിന്ന് ഒരു 500 നോട്ടെടുത്തിട്ട് ചുരുട്ടിയിട്ട് എറിഞ്ഞു. കിട്ടിയ അയാൾ എന്ത് ചെയ്തു, നോക്കുമ്പോൾ ഒരു 500 രൂപയാണ്. അയാൾ 500 രൂപ എടുത്തു, ചുറ്റും നോക്കി നേരെ പോക്കറ്റിൽ വെച്ചു. അപ്പോൾ മുതലാളിക്ക് മനസ്സിലായി ഇയാളെ പൈസ കൊടുത്തിട്ട് വിളിക്കാൻ പറ്റില്ല എന്ന്. അയാൾ വീണ്ടും കല്ലെടുത്തു. അപ്പോഴും തോന്നി വേണ്ട, ഒന്നുകൂടി പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എന്ത് ചെയ്തു, ഒന്നും കൂടി അയാൾ ഒരു 500 നോട്ടെടുത്തു, അയാൾ എറിഞ്ഞു. അയാൾ പഴയതുപോലെ തന്നെ പൈസ എടുത്തു, ചുറ്റും നോക്കി പോക്കറ്റിൽ വെച്ചു. പിന്നെ അയാൾക്ക് മനസ്സിലായി ഇയാളെ കല്ലെടുത്ത് എറിയാൻ വേണമെന്ന്. അയാൾ കല്ലെടുത്തിട്ട് അയാൾ എറിഞ്ഞു. കല്ലെടുത്ത് എറിഞ്ഞ് കിട്ടിയ ഉടനെ അയാൾ മേലൊക്കെ ആക്കി പടച്ചോനെ വിളിച്ചിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു കൊട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം, നോക്കണം മേലേക്ക്. അതായത് നമ്മൾ പരീക്ഷണങ്ങളിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചുരുക്കി പറയാം, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷണങ്ങളുണ്ടാവും. ആ പരീക്ഷണങ്ങൾ പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിലാണ്, പല വ്യക്തികൾക്കും പല രൂപത്തിലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും, സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും, സാമൂഹികമായ പ്രശ്നങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും, ഭരണാധികാരികളിൽ നിന്നുള്ള പീഡനങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു നിശ്ചയിച്ച വഴികളാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ പറഞ്ഞ ആ ദുആ നമ്മളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പോയ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവരെയും സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് നീങ്ങുന്നതിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.